Meet the editors. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കോളനാടന്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. CMRലിന് വഴിവിട്ട സഹായം ചെയ്തെന്ന് തെളിയിക്കാൻ MLAക്ക് കഴിഞ്ഞില്ല എന്ന് നിരീക്ഷിച്ചാണ് കോടതി നടപടി. അപ്പീൽ നൽകുന്നത് പരിഗണിക്കുമെന്ന് കോളനാടൻ പ്രതികരിച്ചു. മാസപ്പടി കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആവശ്യം. എന്നാൽ വിശദമായി വാദം കേട്ട കോടതി ആവശ്യം തള്ളി. തെളിവില്ലെന്നും മാത്യു കുഴൽനാടന്റെ ആരോപണം മാത്രമാണെന്നുമാണ് കോടതിയുടെ കണ്ടെത്തൽ. പ്രഥമ ദൃഷ്ട്യാ തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നൽകിയ രേഖകൾ കുറ്റകൃത്യമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്നതല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് കണ്ടെത്തൽ. ഒപ്പം ഹർജി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചു. CMRൽ പണം നൽകിയിട്ടുള്ള മറ്റാരുടെയും പേരിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയെന്നും കോടതിയുടെ വിധിപ്പകർപ്പിൽ പറയുന്നു. അതേസമയം വിധി തിരിച്ചടിയാണെന്ന് സമ്മതിച്ച മാത്യു കേസുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതികരിച്ചു. എന്റെ കയ്യിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അക്കോർഡിംഗ് ടു മീ എന്നെ സംബന്ധിച്ച് ദാറ്റ് ഇസ് മോർ ദാൻ സഫീഷ്യന്റ് ഫോർ എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് എന്റെ വ്യൂ. അതാണ് ഞാൻ കോടതി പറഞ്ഞത്. പക്ഷെ കോടതി എന്തുകൊണ്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കോടതിയുടെ വ്യൂ എന്താണെന്ന് ഉത്തരവ് വായിച്ചാലേ പറയാൻ പറ്റും. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദെയർ. ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് CMRലിന് അനധികൃതമായി അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് വീണയുടെ കമ്പനി എക്സാലോജിക്കിന് പണം നൽകിയതെന്നായിരുന്നു മാത്യുവിന്റെ വാദം. ഇതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നതായിരുന്നു മാത്യുവിന്റെ ആദ്യ ആവശ്യം. എന്നാൽ പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന നിലപാടെടുത്തു. ഈ രണ്ട് ആവശ്യങ്ങളുമാണ് കോടതി ഇന്ന് തള്ളിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മാസപ്പടിയിൽ തിരിച്ചടിയോ എന്നതാണ് ചോദ്യം. സുജയിൽ നിന്ന് തുടങ്ങുന്നു. മാത്യു കുഴൽനാടന്റെ ഹർജിയിലെ ആരോപണങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് കോടതി കൃത്യമായി തന്നെ ആ ഉത്തരവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഈ ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരണം. കാരണം മാത്യു കൊടുത്ത രേഖകൾ അത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു ഹർജിയായി നിൽക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഹർജി നിൽക്കില്ല എന്നുള്ളത് ഒന്നാമതായി കോടതി ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രേരിത ആരോപണമാണ് എന്ന വാദം ബലപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ആർഗ്യുമെന്റിനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ രേഖകൾ നൽകിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാദം. പക്ഷേ എത്ര രേഖകൾ നൽകി എന്നുള്ളത് ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഈ കേസിന്റെ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മാസപ്പടി വിഷയത്തിലെ ആരോപണങ്ങളിൽ കൃത്യമായ ഒരു ക്രക്സ് പോയിന്റിലേക്ക് എത്താൻ മാത്യുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഈ പരാതിക്കാരനായ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLA ആദ്യം നൽകിയത് 14 രേഖകളാണ്, 14 ഡോക്യുമെന്റ്സ്. അതിനുശേഷം ഈ വർഷം മാർച്ച് 23-ാം തീയതി 6 രേഖകൾ കൂടി അഡീഷണലായി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് 25-ാം തീയതി 3 രേഖകൾ കൂടി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം മെയ് 2-ാം തീയതി 4 രേഖകൾ കൂടി കൊടുക്കുന്നു. 3-ാം തീയതി 1 രേഖ. അങ്ങനെ ആകെ നോക്കിക്കഴിഞ്ഞാൽ മാത്യു 28 രേഖ കൊടുത്തു. പക്ഷേ ആ 28 രേഖയും ഇതിൽ മാസപ്പടി വാങ്ങിയാണ് സേവനങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന മാത്യുവിന്റെ ആരോപണം തെളിയിക്കുന്നതിന് ബലമുള്ള ഒന്നുപോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഉത്തരവോടെ വ്യക്തമായിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നത് പരിശോധിക്കപ്പെടണം. കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഒപ്പം EDയും ആദായ നികുതി വകുപ്പും ഒക്കെ പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് there is something. പക്ഷേ അതെന്താണ് എന്ന് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യാനായി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ കൂടുതൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വിശദമായി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ആരോപണത്തിന്റെ മാത്യു കുഴൽനാടന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ ഈ മാസപ്പടി വിവാദം എന്ന് പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സേവനം കൊടുക്കാതെ 1.72 കോടി രൂപ നേടിയിരിക്കുന്നു. 1,72,000 രൂപ, ക്ഷമിക്കണം, 1,72,00,000 രൂപ നേടിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇതിലെ ക്രക്സ്, ഈ അലിഗേഷന്റെ ക്രക്സായി വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ, എക്സാലോജിക് എന്ന കമ്പനി, വീണ വിജയൻ, ഈ 3 പേർക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 2 തരത്തിലുള്ള ഫേവേഴ്സ്, അതാണ് മാത്യു കുഴൽനാടന്റെ ആരോപണത്തിൽ ഉണ്ടായിരുന്നത്, ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മറവിൽ 2018-ലെ പ്രളയമാണ് അതിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ മറവിൽ ഒരു സർക്കാർ ഉത്തരവിറക്കുന്നു. അതിൽ നിന്ന് ഈ മണ്ണ് നീക്കുന്നതിനായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മിനറലുകൾ ധാരാളമുള്ള മണ്ണ് നീക്കുന്നതിനായുള്ള അനുമതി അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് ഗോൺ ത്രൂ ദ എൻറ്റയർ റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കംപ്ലൈനന്റ്. ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ്
ഓഫ് പേപ്പർ വിച്ച് സപ്പോർട്ട്സ് ദിസ് കണ്ടൻഷൻ, അതായത് 28 രേഖകളിൽ ഇതിനകത്ത് ഒരു തുണ്ട് കടലാസ് പോലും ഇത് തെളിയിക്കുന്ന രേഖയായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറയുമ്പോൾ മാത്യു കുഴൽനാടനും കോൺഗ്രസും പരിശോധിക്കേണ്ടത്, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ രേഖയുണ്ട്, ആ രേഖ പുറത്തുവിടും, കോടതിയിൽ കൊടുക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ ആ രേഖ ഈ ആരോപണം തെളിയിക്കാൻ പര്യാപ്തമാണോ എന്നുള്ളത് അത് തെളിയിക്കുന്ന രീതിയിൽ കയ്യിലുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ശങ്കരാടിയുടെ രേഖ പോലെ ആയിപ്പോയി കോടതിയിൽ എന്നുള്ളതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ച് ഇങ്ങനെ ഈ ഒരു അലിഗേഷൻ നിൽക്കുന്നതല്ല എന്ന അഭിപ്രായവും എനിക്കില്ല. കാരണം ഇങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്, പണമിടപാട് നടന്നിട്ടുണ്ട്. അത് എക്സാലോജിക്ക് എന്ത് സേവനമാണ് കൊടുത്തതെന്നറിയാൻ എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ മാത്യു കുഴൽനാടന്റെ അമിത ആത്മവിശ്വാസം അത് കോടതിയിൽ പൊളിഞ്ഞു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൽ ഈ ഇ-വേ ബില്ലുകൾ തെളിവായി ഹാജരാക്കിയതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ഇ-വേ ബില്ലുകളുടെ അബ്സ്ട്രാക്റ്റുകളാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് IREL CMRL-ന് ഇൽമനേറ്റ് കൊടുത്തിരിക്കുന്നു. എന്നാൽ അതിനകത്ത് ഏത് തരത്തിലുള്ള കൊമോഡിറ്റിയാണ്, ഏത് തരത്തിലുള്ള സാധനമാണ് കൈമാറിയത് എന്ന് വ്യക്തമാക്കുന്നതിന് പറ്റാത്ത തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒതന്റിസിറ്റി അംഗീകരിച്ചാലും, കോടതി കുറച്ചുകൂടി കടുപ്പിച്ച് പറയുകയാണ്, ഇതിന്റെ ഒതന്റിസിറ്റി കോടതി അംഗീകരിച്ചാലും ഇത് കാണിക്കുന്നത് എന്താണ്? IREL കുറച്ച് കൊമോഡിറ്റികൾ CMRL-ന് കൊടുത്തു. അത് മാത്രമാണ് ഇ-വേ ബില്ലിലൂടെ തെളിയിക്കപ്പെടുക. അപ്പോൾ ഇ-വേ ബില്ലൊക്കെയാണ് പ്രധാന രേഖയായി മാത്യു കുഴൽനാടൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാവുകയാണ്. പിന്നെ ഈ സപ്ലൈ ചെയിനിൽ ഈ കൺസെഷൻ റേറ്റ് വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അലിഗേഷൻ. അതായത് CMRL-ന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു കൺസെഷൻ കൊണ്ടുവരുന്നു എന്നുള്ള അലിഗേഷൻ, അതും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 28 രേഖകൾ കൊടുത്തു, അതിൽ ഒന്നിൽ പോലും ഇക്കാര്യം പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കോടതി പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 2024 ഏപ്രിൽ മാസം 19-ാം തീയതി, കഴിഞ്ഞ മാസം 19-ാം തീയതി ഉത്തരവ് പറയുന്നതിനായി ഈ കേസ് മാറ്റിവെച്ചപ്പോൾ ഒരവസരം കൂടി കൊടുത്തു, മാത്യു കുഴൽനാടന് ഒരവസരം കൂടി കൊടുത്തു. എന്തിനായിരുന്നു അവസരം? ടു ക്ലാരിഫൈ 3 ക്രൂഷ്യൽ പോയിന്റ്സ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കേസ് താൻ റീഓപ്പൺ ചെയ്തത് എന്ന് കൂടി ജഡ്ജി പറയുകയാണ്. അതിൽ ഒന്നാമത്തേത്, വാസ് ദെയർ എനി ബിസിനസ് ഡീൽ ബിറ്റ്വീൻ KMML ആൻഡ് CMRL? അതുണ്ടോ, അതിന്റെ രേഖകളുണ്ടോ, കൊണ്ടുവരൂ എന്ന് പറഞ്ഞു മാത്യു കുഴൽനാടനോട്. ഈ ഹർജി തള്ളുന്നതിന് മുൻപ് നടന്നതാണ്. വാട്ട് ഈസ് ദ ഫേവർ റിസീവ്ഡ് ബൈ CMRL ഇൻ റിട്ടേൺ ടു ദ അലജഡ് പേയ്മെന്റ്സ് ടു A6 ആൻഡ് A7? A6 എന്ന് പറയുന്നത് എക്സാലോജിക് കമ്പനിയാണ്, A7 എന്ന് പറയുന്നത് വീണ തൈക്കണ്ടിയിൽ എന്ന വീണ വിജയനാണ്. അപ്പോൾ ആ രണ്ടാമത്തെ ചോദ്യത്തിനും ആ ഫേവർ എന്താണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തേത്, ഹാസ് ദ ലാൻഡ് ബോർഡ് എക്സംപ്റ്റഡ് ദ ലാൻഡ് ഓഫ് KREML ഫ്രം ദ സീലിംഗ് ലിമിറ്റിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾക്കും രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകന് ഈ ഒരു പോയിന്റും അവിടെ കൃത്യമായി തെളിയിക്കുന്നതിനുള്ള രേഖകൾ 28 രേഖയുമായി കോടതിയിലേക്ക് പോയ പല ഘട്ടങ്ങളിലായി 3, 4, 10 അങ്ങനെ പല ഘട്ടങ്ങളിലായി ഹാജരാക്കിയ ഒരു രേഖ പോലും ഈ അന്വേഷണം ആവശ്യപ്പെടുന്നതിനായി ഈ കാര്യം നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയായി സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ മാത്യു കുഴൽനാടൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് തന്റെ കയ്യിൽ രേഖകൾ ഉണ്ട് എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ SFIOയുടെ അന്വേഷണം നടക്കുകയാണ്. അവരെല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ പരിശോധിക്കുമ്പോൾ അവർ കൃത്യമായ രീതിയിൽ എന്തൊക്കെ തെളിവുകൾ, ഷോൺ ജോർജ് പറയുന്നു, എന്റെ കയ്യിലുള്ളത് ഇതുപോലെയുള്ള രേഖകളല്ല, ഞാൻ കൃത്യമായ രേഖകളോടുകൂടിയാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഷോൺ ജോർജ് പറയുന്നു. പക്ഷേ ഈ കംപ്ലൈന്റ് റിജക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിക്കുകയാണ്, അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ നമ്മളടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാത്യു കുഴൽനാടൻ തെളിവുണ്ട് എന്ന് പറഞ്ഞു, രേഖയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ രേഖ കോടതിയിൽ നിന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മാത്യു കുഴൽനാടൻ തന്നെയാണ് ഇനി പറയേണ്ടത്, രേഖയുണ്ട് എന്ന് പറഞ്ഞ് ജനത്തെ പറ്റിച്ചത് എന്തിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആരോപണം ഇത്രയും കാലം നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ ആവശ്യമായ രേഖകൾ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത മാത്യു കുഴൽനാടനാണ്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കിതിൽ ബോധ്യമുണ്ട്, ഞാൻ ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് മാത്യു പറയുന്നത്. പക്ഷേ ഈ 28 രേഖയുമായി ഇനി മുന്നോട്ട് പോയിട്ടും വലിയ കാര്യമുണ്ടാകില്ല. അവിടെ വിജിലൻസ് കോടതിയെ കുറ്റം പറയുന്നതിന് പകരം കൃത്യമായ തെളിവുകൾ ചോദിക്കുമ്പോൾ പ്രാഥമിക അന്വേഷണം ആവശ്യപ്പെടാൻ ഈ തെളിവ് എന്തിനാണെന്നൊക്കെയാണ് മാത്യു എന്ന് വാദിക്കുന്നത് കണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ മാസപ്പടിയിൽ പന്ത് CPIM-ന്റെ കോർട്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മാത്യുവിന്റെ ഈ ഹർജി മാത്യുവിനും കോൺഗ്രസിനും ഒരു സെൽഫ് ഗോളായി മാറി എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് ടേക്ക്. തിരിച്ചടിയോ ചർച്ച തുടരാം. നികേഷ്. മാത്യു കുഴൽനാടൻ നേരത്തെ IGST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രകമ്പനം ഉണ്ടാക്കി. പിന്നീട് IGST അടച്ചു എന്ന് തെളിയിച്ചു. ഞാൻ IGST അടച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാം എന്ന് പറഞ്ഞു. മാപ്പ് പറയാതെ ആ പാവം രക്ഷപ്പെട്ടതാണ്. പിന്നീട് മൂവാറ്റുപുഴ കോടതി, വിജിലൻസ് കോടതിയിൽ ഈ വിഷയം വന്നതാണ്. മൂവാറ്റുപുഴ കോടതി തള്ളിയതാണ്. ഹൈക്കോടതിയിൽ അപ്പീൽ പോയതാണ്. ഹൈക്കോടതി അത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരാൾക്ക് പോലും നോട്ടീസ് അയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയും വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിനകത്ത് 3 കാര്യങ്ങളാണ്
കാര്യങ്ങളാണ് പ്രധാനമായും വിധിന്യായത്തിൽ പറയുന്നത്. ഒന്ന്, KMML IREL എന്ന് പറയുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖനനം ചെയ്യാം മണൽ, അതിനുശേഷം അവർക്ക് ആ ഖനനത്തിലൂടെ ലഭിക്കുന്ന ധാതുക്കൾ കമ്പനികൾക്ക് വിൽക്കാം. ഇതാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അവരുടെ വ്യവസായം എന്ന് പറയുന്നത്. ആ വ്യവസായത്തിലൂടെയാണ് അവർ CMRLന് ഖനനം ചെയ്ത ധാതുക്കൾ നൽകിയിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നതായി കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഖനനത്തിനുള്ള അനുമതി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിട്ടുണ്ട് എന്നും ഇപ്പോഴത്തെ വിജിലൻസ് വിധിയിൽ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത്, ഭൂപരിഷ്കരണ നിയമത്തിലെ ലാൻഡ് സീലിംഗിൽ ഇളവ് നൽകണം എന്ന ആവശ്യത്തിൽ CMRLന് അനുകൂലമായ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തു എന്നുള്ളതാണ്. അക്കാര്യത്തിനകത്തും വിജിലൻസ് കോടതി വ്യക്തമായ പരിശോധന നടത്തി അങ്ങനെ ഒരു ലാൻഡ് സീലിംഗിൽ ഇളവ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. KREML എന്ന പഴയ കമ്പനി അതിന് അനുകൂലമായ തീരുമാനം എടുക്കണമായിരുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിധിന്യായം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, ജില്ലാ കലക്ടറുടെ അനുകൂല റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അപേക്ഷ പുനഃപരിശോധിക്കണമെന്ന് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ. ഈ 2 ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ KREMLന് അനുകൂലമായ തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല, തനിക്ക് കിട്ടിയിട്ടുള്ള അപേക്ഷ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ പരിശോധിക്കാനാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലാൻഡ് സീലിംഗ് ഒഴിവാക്കുന്നതിനായി ഇളവ് തേടി KMREL നൽകിയ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവ് 28/4/2023, 25/10/2023. CMRLന് എക്സാലോജിക്കിന് 1.72 കോടി രൂപ നൽകിയിരിക്കുന്നത് ഈ തീയതിക്ക് മുമ്പാണ്. അതായത് 1.72 ശേഷവും യാതൊരു ആനുകൂല്യവും സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് വിധിന്യായത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അക്കാര്യത്തിലൊരു വിശദമായ പരിശോധന നടത്തുക തന്നെ ചെയ്തിട്ടുണ്ട് വിജിലൻസ് കോടതി എന്ന് നമുക്ക് കാണാവുന്നതാണ്. മൂന്നാമത്തേത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇതെന്നുള്ളതാണ്. നമുക്ക് ഇവിടെ വീണ വിജയൻ, പിണറായി വിജയൻ, എക്സാലോജിക്ക് ഈ 3 പ്രതികളാണ് ആകെ മാത്യു കുഴൽനാടൻ്റെ ഹർജിയിലുള്ളത്. അതിനപ്പുറത്തേക്ക് 65 കോടി കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ വേറെയുണ്ട്, അവരുടെ കാര്യത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന സംശയവും വിജിലൻസ് കോടതി പ്രകടിപ്പിക്കുന്നു എന്നതോടുകൂടി ആ ഹർജിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാനതിനകത്ത് തുടക്കം മുതൽ എടുത്തിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മലയാള മനോരമ പോലൊരു പത്രം മാസപ്പടി എന്ന പേരിട്ടിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും അതിൻ്റെ നേതാക്കൾക്കെതിരെയും ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യയിലെ ആകെ മാധ്യമങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആകുലപ്പെടുന്ന ഒരാളാണ് ഞാൻ. മലയാള മനോരമയെ പോലുള്ള ഇത്രയും വിഭവശേഷിയുള്ള ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ശരിയായ രൂപം ലോകത്തിന്, കാരണം ഇത്രയധികം മാധ്യമ വായനയുള്ള ഒരു ഭൂപ്രദേശം വേറെ ഉണ്ടാവില്ല, ശരിയായ രൂപം കാണിച്ചു കൊടുക്കാനുള്ള വിഭവം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇൻഡസ്ട്രി ബാക്കപ്പ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിനുള്ള മാധ്യമ പ്രവർത്തക വ്യൂഹമുണ്ട്, ചെയ്യാവുന്നതാണ്. പക്ഷേ അവർ ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? പിണറായി വിജയൻ എന്തെങ്കിലും കിട്ടുമോ നോക്കുക, CPMകാർക്കെതിരെ എന്തെങ്കിലും കിട്ടുമോ നോക്കുക. ആ നിലയിൽ വളരെ സങ്കുചിതമായ രീതിയിൽ ഒരു പേരൊക്കെ ഇട്ടിട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അത് ഇവിടുത്തെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായ കാര്യമാണ് എന്നുള്ളതാണ്. ഇവിടെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പോയ ഒരു കേസ്, അതിൻ്റെ സെയിം കോഴ്സ് ഓഫ് ആക്ഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ നേരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്കും വരിക. എന്താ മൂവാറ്റുപുഴ കോടതിയിൽ വന്ന ഒരു കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് വരാൻ കാരണം? ഒരു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലേക്ക് ഒരു ഹർജി കൊടുക്കുക, എന്നിട്ട് ആ ഹർജിയിൽ ഏതെങ്കിലും തരത്തിൽ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് ആ കോടതി നടപടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഡിഫക്റ്റ് കൂടി ഒഴിവാക്കിക്കൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് വരിക. ഒന്ന് പ്രോക്സി ആണെങ്കിൽ മറ്റേത് മെയിൻ ആൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊന്നും ലീഗൽ എത്തിക്സ് അല്ല. ആ നിലയിൽ തന്നെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുക. പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ ഘട്ടം എന്താണ്? SFIO അന്വേഷണം. നമുക്കറിയാം കേരള ഹൈക്കോടതിയിൽ ഈ വിഷയം വന്ന സമയത്ത് SFIO അന്വേഷണത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് കേരള ഹൈക്കോടതി എടുത്തിട്ടുള്ളത്. പകരം ROC അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നാണ്. ROC അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുവെങ്കിൽ തന്നെ അന്നാണ് PC ജോർജും മകനും, നേരത്തെ സുജയോട് ചൂണ്ടിക്കാണിച്ച PC ജോർജും മകൻ ഷോണും ഡൽഹിയിൽ പോയി BJP ചേരാൻ ഒരുങ്ങിയത്. അവരുടെ ഒരു ആവശ്യമായിരുന്നു SFIO അന്വേഷണം. ആ ആവശ്യത്തിന് SFIO അന്വേഷണം കൊടുത്തു എന്നല്ലാതെ SFIO അന്വേഷണം സംബന്ധിച്ച് അവിടെയും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു
അപജയം നമുക്ക് കാണാവുന്നതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് SFIO അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ വീണ വിജയനെ ചെന്നൈയിൽ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ലേ? നമ്മുടെയൊക്കെ മൊബൈലിൽ പലതവണ വന്നിട്ടുണ്ടല്ലോ. വളരെ രഹസ്യമായ വിവരമാണ്, ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ നമ്മളെ ട്രിഗർ ചെയ്യാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടി. ഒരു അന്വേഷണവും നടക്കുന്നില്ല അക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് അയക്കുകയോ വീണ വിജയനെയോ എക്സാലോജിക്കിൻ്റെ മറ്റാരെങ്കിലെയോ ഏതെങ്കിലും തരത്തിൽ അവർ അന്വേഷണ വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ തന്നെയും പുകമറ സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക്, രാഷ്ട്രീയമായ വൈരനിര്യാതന ബുദ്ധി എന്നതിനപ്പുറത്തേക്ക്, എലക്ഷൻ അജണ്ട എന്നതിനപ്പുറത്തേക്ക് ഒരു ചുക്കും നടക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ തുടർച്ചയായി കബളിപ്പിക്കുകയാണ്. SFIO അന്വേഷണം നടക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. SFIO അന്വേഷണം നടക്കും. CMRLൊക്കെ SFIO അന്വേഷണം എത്തിയിട്ടുണ്ട്. പക്ഷേ ആ SFIO അന്വേഷണം, ഞാൻ ആദ്യം മുതൽ പറയുന്നു, 68 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ വിഴുങ്ങിയിട്ടുണ്ട്. അവരുടെ സംഭാവന എന്ന പേരിൽ അവർ ചാക്ക് കെട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആ 68 കോടി രൂപയിൽ ഈ അന്വേഷണം നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവർ ഉത്തരം പറയേണ്ടി വരും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. ആ ഉപ്പ് തിന്ന പ്രധാനികൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി. ഞാൻ ഈ 3 പേര് പറയാൻ കാരണം, ഇവർ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ VD സതീശൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിക്ക് പണം കിട്ടിയിട്ടുണ്ട്, ഞങ്ങളാണ് ഉമ്മൻചാണ്ടിയെ പണം വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന്. രമേശ് ചെന്നിത്തല നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന്. കുഞ്ഞാലിക്കുട്ടി നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണം വാങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ PV എന്നത് എൻ്റെ പേരല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം തെളിയിക്കട്ടെ. ഞാനത് അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിലും ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം മറുപടി പറയാനും കൂട്ടാക്കിയിട്ടില്ല. ഏതായാലും ഈ പറയുന്ന 3 നേതാക്കൾ ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഒരു അനക്കം വെക്കണമെങ്കിൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പ്, ഡിസംബർ മാസം ഉപതെരഞ്ഞെടുപ്പുണ്ടല്ലോ നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഈ കാലഘട്ടത്തിൽ മാത്രമേ ഇതിന് അനക്കം വെക്കുള്ളൂ. നമുക്കൊക്കെ ഈ വിഷയത്തിൽ ഇനി ഉറങ്ങാനുള്ള ദിവസങ്ങളാണ്. ശരി, മാസപ്പടിയിൽ തിരിച്ചടി എന്ന ചോദ്യത്തിന് തിരിച്ചടി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയൻ്റെ കീഴിലുള്ള വകുപ്പിനോട് അന്വേഷിക്കാൻ, അത് കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ കൂടി അന്വേഷിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു മണ്ടത്തരമായി പോയി, അല്ലെങ്കിൽ സാങ്കേതികമായ പിഴവായി പോയി എന്നാണ് കരുതേണ്ടത്. പക്ഷേ നേരെ തന്നെ മേൽക്കോടതിയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കീഴ്ക്കോടതിയിൽ നിന്ന് പിന്നീട് മേൽക്കോടതിയിലേക്ക് എന്ന മട്ടിലാണ് അതിനെ എടുക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും പക്ഷേ കോടതി വിധിയുടെ വിശദാംശങ്ങൾ വായിക്കുമ്പോൾ അത് തിരിച്ചടിയാണ് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഹർജിയിൽ പറയുന്ന പ്രകാരം അഴിമതി നിരോധന നിയമവും IPC പ്രകാരമുള്ള ഒരു കുറ്റവും കണ്ടെത്താനായിട്ടില്ല. ഹർജിയിലുള്ളത് സംശയങ്ങളും സന്ദേഹങ്ങളുമാണ്, വസ്തുതകളല്ല. കേവലമായ ആരോപണങ്ങളും പ്രഖ്യാപനങ്ങളും വസ്തുതകളാകുന്നില്ല എന്ന് ഹൈക്കോടതി തന്നെ മുൻവിധികളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ന് കോടതി പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തത്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരാർ നൽകിയതിലൂടെ CMRലിന് സർക്കാരിൽ നിന്ന് എന്ത് ആനുകൂല്യമാണ് കിട്ടിയത് എന്ന് ഹർജിക്കാരന് പറയാനായിട്ടില്ല. മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലിയാണ് മകൾക്കും കമ്പനിക്കുമായി നൽകിയ 1.5 ഹർജിക്കാരന് തെളിയിക്കാനായിട്ടില്ല. തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ എടുക്കാൻ KMRലിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇത് CMRലിന് നൽകാൻ വേണ്ടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പേപ്പർ കഷ്ണം പോലും രേഖകളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ പരാമർശം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ IRൽ ചില ചരക്കുകൾ വിറ്റു എന്നതിന്റെ E-way ബില്ലുകൾ മാത്രമാണ് സമർപ്പിച്ചത്. വിൽപ്പന നടത്തുക എന്നുള്ളതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രധാന ദൗത്യം എന്നിരിക്കെ ഇതിൽ അഴിമതി ആരോപിക്കാൻ കഴിയില്ല. അത് നേരത്തെ സുജയ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അടുത്തത്, KMRലിന് ഭൂപരിധിയിൽ ഇളവ് നൽകാൻ സർക്കാർ പദ്ധതിയിട്ടു എന്ന വാദവും നിലനിൽക്കില്ല. വ്യവസായ സെക്രട്ടറിക്ക് നൽകിയ കുറിപ്പിൽ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കൂ എന്നെഴുതിയത് അഴിമതിയല്ല, അതിനെ ശുപാർശയായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു. സാധാരണ സർക്കാർ നടപടിക്രമങ്ങൾക്ക് പതിവ് വാചകം മാത്രമാണിത്. ഭൂപരിധി ഉയർത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് ഇപ്പോൾ നിലവിലില്ല എന്നിരിക്കെ മുഖ്യമന്ത്രിക്ക് നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വസ്തുതാപരമായ പിൻബലമില്ല. 3 കാര്യങ്ങളാണ് കോടതി പ്രധാനമായും പരിശോധിച്ചത്. KMRലും CMRലും തമ്മിൽ കരാറുണ്ടോ? CMRലിന് അവിഹിതമായ എന്തെങ്കിലും സൗജന്യം കിട്ടിയോ? KMRലിന് ഭൂപരിധിയിൽ ഇളവ് കൊടുത്തിട്ടുണ്ടോ? ഈ 3 കാര്യങ്ങളും ഹർജിക്കാരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വസ്തുതാപരമായ പിൻബലമില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. 2004 CMRലിന് 4 മൈനിംഗ് ലീസ് നൽകുകയും പിന്നീട് അത് റദ്ദാക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനം വന്നതോടെ ഖനനം സ്വകാര്യ മേഖലയിൽ നൽകാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ നിയമോപദേശം തേടിയത് CMRലിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നതിനുള്ള മുന്നുപാധിയാണെന്ന് കണക്കാക്കാൻ കഴിയില്ല. CMRലിന്റെ ഫിനാൻഷ്യൽ ഓഫീസർ നൽകിയ മൊഴി പ്രകാരം രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും സംഘടനകൾക്കും പണം കൊടുത്തിട്ടുണ്ട്. എന്നാൽ മറ്റാർക്കും കൊടുത്ത പണത്തെപ്പറ്റി ഹർജിക്കാരന് പരാതിയില്ല. മുഖ്യമന്ത്രിക്ക് പണം കിട്ടിയെന്നതിൽ മാത്രമാണ് ഹർജിക്കാരൻ ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം ബലപ്പെടുന്നത്. അത് കൃത്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണെന്ന് ഞാൻ കരുതുന്നു. ഈ ഉദ്യോഗസ്ഥൻ നൽകിയ മൊഴി പ്രകാരം പല രാഷ്ട്രീയ നേതാക്കളുടെയും ചുരുക്കപ്പേരുകൾ പറഞ്ഞിട്ടും അതിന്മേൽ കൂടി അന്വേഷണം വേണമെന്ന മട്ടിലാണ് കോടതിയിൽ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വിശ്വാസ്യത ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരു കോൺഗ്രസ് MLA എന്ന നിലയ്ക്കാണ് അദ്ദേഹം ആ പരാതി നൽകിയത്. അപ്പോൾ ആ രൂപത്തിൽ അത് രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ട്, രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് എന്ന് കോടതി സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിയെ മാത്രം അടർത്തി മാറ്റി എന്നുള്ളത് കോടതിക്കും തോന്നുകയാണ്. മറ്റൊന്ന്,
കേരളത്തെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമായുള്ള ബിസിനസ് ബന്ധം ഉണ്ടോ എന്നുള്ള പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ CMRL വിഷയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗങ്ങളുടെ മിനിറ്റ്സ് അടക്കം ഹാജരാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാദമായി പറയുന്നത്. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കിയാൽ അതെങ്ങനെയാണ് ഒരു ഗൂഢാലോചന, അതായത് നയമാണ്, സർക്കാരിന്റെ നയത്തെ ഒരു ഗൂഢാലോചനയായിട്ട് ഇതിപ്പോൾ ഇതാണ് കേജ്രിവാളിനെതിരെ എടുത്തിരിക്കുന്നത്, സർക്കാരിൻ്റെ നയം. അപ്പോൾ സർക്കാരിൻ്റെ നയത്തെ ഒരു അഴിമതിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യമായി പരിഗണിക്കാനാകില്ല എന്ന് കൂടി കോടതി പറഞ്ഞിരിക്കുകയാണ്. അതും കൂടി കോടതി ഈ ഹർജി തള്ളാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ CPM പറയുന്ന വാദം എന്ന് പറയുന്നത് ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറയുന്നു. CPMനെ സംബന്ധിച്ചൊരു ശല്യക്കാരനായ വ്യവഹാരിയായിരിക്കും. ആ വ്യവഹാരി ഇനി മേൽക്കോടതിയിലേക്ക് പോയാൽ അതിൻ്റെ വിധി എന്താകും എന്നുള്ളതും പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഇത് സഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിൽ നിന്ന് ആദ്യം ഉന്നയിച്ചത് മാത്യു കുഴൽനാടനാണ്. പിന്നീട് ഇത് ഏറ്റെടുക്കേണ്ടി വന്നു മറ്റു നേതാക്കൾക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ പേരും ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഘട്ടത്തിൽ ചില സമയത്ത് മാത്രം ഇത് എടുത്ത് ഉപയോഗിക്കുന്നു എന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് നേതാക്കളും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ മുന്നിലൊരു കാര്യമാണ്. പക്ഷേ ഇതിന്മേലിപ്പോഴും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. SFIO അന്വേഷണം നടക്കുമ്പോൾ മറ്റ് ഏജൻസികൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു SFIO അന്വേഷണം വന്ന ഘട്ടത്തിൽ ഇനി അത് കോടതിയിൽ നിർത്തണമോ എന്നുള്ള കാര്യം മാത്യു കുഴൽനാടൻ ആലോചിക്കാമായിരുന്നു. അങ്ങനെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്മേലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വരെയും ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിന്മേൽ ഹർജി നൽകിയ ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 31 ഈ ഏജൻസിയുടെ കാലാവധി കഴിയുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് തന്നെ അന്വേഷണത്തിൽ റിപ്പോർട്ട് നൽകുമെന്നും പറയുന്നു. ഇതിൽ പരാതിക്കാരൻ പറയുന്ന അനുസരിച്ച് എല്ലാ തലത്തിലേക്കും അന്വേഷണം പോകുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാത്രമായിരിക്കില്ല എന്ന രൂപത്തിലും പറയുന്നു. അതുകൊണ്ട് ഇതിവിടെ അവസാനിക്കുന്നു, ഈ മാസപ്പടി കേസ് ഇവിടെ അവസാനിക്കുന്നു എന്ന രൂപത്തിൽ കാണേണ്ടതില്ല. മാത്യു കുഴൽനാടൻ്റെ നീക്കം അത് തിരിച്ചടിയിൽ അവസാനിച്ചിരിക്കുന്നു. മാത്യു കുഴൽനാടൻ ഇനി അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയായതുകൊണ്ട് നിയമപരമായ സാധ്യത എന്താണെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. ഏതായാലും ഇപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് ഇതൊരു സാങ്കേതികമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അത് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തിരിച്ചടി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണിബാലകൃഷ്ണൻ. ഈ മാസപ്പടി തിരിച്ചടിയോ എന്ന ചോദ്യത്തിന് തിരിച്ചടി എന്ന് മാത്രമല്ല, അത് കനത്ത തിരിച്ചടിയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനകത്ത് ഒറ്റ പോയിന്റേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനകത്ത് പ്രധാനമായും ഞാൻ കാണുന്നത് ഈ പറഞ്ഞ ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ കേസാണെന്നൊരു കോടതി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. നോക്കൂ, മാത്യു കുഴൽനാടൻ ഒരു സാമാജികനും പൊതുപ്രവർത്തകനും മാത്രമല്ല ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. വലിയ പ്രാക്ടീസൊക്കെയുള്ള അഭിഭാഷകനാണ്. ആ അർത്ഥത്തിൽ ഇങ്ങനൊരു കേസ് കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരു ഹോംവർക്ക് ഒരു കാരണവശാലും നടത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഓരോ പാരഗ്രാഫായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിരീക്ഷണം. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയായി ബന്ധപ്പെട്ടൊരു കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കൽ മോട്ടിവേഷനെ കോടതി വിശദീകരിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചു, പ്രമോഷനോടുകൂടി നിയമിച്ചു. അതിനെതിരെ ഒരു കേസ് വിജിലൻസ് കോടതിയിൽ ചെന്നു. അന്ന് വിജിലൻസ് കോടതിയിൽ ചെല്ലുമ്പോൾ ആ കേസ് പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കില്ല എന്ന് കണ്ടു കോടതി തള്ളാനുള്ള കാരണം അതേ സമയത്ത് തന്നെ മറ്റു 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി പ്രൊമോഷൻ നൽകിയിരുന്നു. ആ 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ നൽകിയ വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറാക്കിയതിനെതിരായിട്ടുള്ള ഹർജി അവിടെ ചെന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഇൽമോട്ടീവ് ഉണ്ട് എന്ന് കണ്ടെത്തിയ കോടതി അത് തള്ളിക്കളയായിരുന്നു ചെയ്തത്. സമാനമായിട്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, കേരളത്തെ ഞെട്ടിച്ചൊരു അഴിമതി വിവരമാണല്ലോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വെളിപ്പെടുത്തിയത് ഇൻകം ടാക്സിന് മുമ്പിൽ CMRLൻ്റെത്. അത് നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ, രമേശ് ചെന്നിത്തലയുടെ പേരിൽ, ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിൽ, PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ, പിണറായി വിജയൻ്റെ പേരിലൊക്കെ കോടിക്കണക്കിന് രൂപ CMRL നൽകിയിരിക്കുന്നു. എന്തിന്? അവരുടെ വ്യവസായം സുഗമമായി ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നതിന്. അപ്പോൾ അത്രയും വലിയൊരു അഴിമതി നടന്നിരിക്കുമ്പോൾ ഇവിടെ നേരത്തെ ഈ പറയുന്ന നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ 3 കക്ഷികളെ മാത്രം വെച്ചുകൊണ്ടുള്ള കേസാണല്ലോ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. പിണറായി വിജയൻ, വീണ തൈക്കണ്ടിയിൽ, പിന്നെ എക്സാലോജിക്ക്. അങ്ങനെ 3 പേരെ മാത്രം അതിൽ നിന്ന് നടത്തിയെടുത്തുകൊണ്ട് ഈ കേസിന് പോകുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് കോടതിക്ക് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടനെ പോലെ ഒരു അഭിഭാഷകന് മനസ്സിലാകാതെ പോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കോടതി ഈ കേസ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നതോട് തന്നെ വലിയ പ്രതിസന്ധി കോൺഗ്രസ് നേരിടുകയാണ്. മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രതിസന്ധി മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും നിയമയുദ്ധത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വരും ദിവസങ്ങളിൽ ഇത് ശക്തമായി തന്നെ CPM ഉന്നയിക്കുമല്ലോ. ഇപ്പോൾ CPMൻ്റെ വാർത്താക്കുറിപ്പുണ്ടല്ലോ, വാർത്താക്കുറിപ്പിൽ വിശദമായിട്ട് CPM അവർ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വരും ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ വിവാദമായിരിക്കും. അത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇത് അവസാനിച്ച് പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു വിധി വരുന്നത് എങ്കിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടുവന്ന പെർസെപ്ഷനൊക്കെ ചേഞ്ച് ചെയ്യുമായിരുന്നു. വലിയൊരർത്ഥത്തിൽ അത് LDFന് ഗുണകരമാകുമായിരുന്നു എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. ഏതായാലും വലിയ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു നീക്കമായിരുന്നു താൻ നടത്തിയതെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തന്ത്രപരമായി കോടതിയിലേക്ക് പോകുന്നു എന്നാണ്. നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ മൂവാറ്റുപുഴ കോടതിയിൽ അത് തള്ളിപ്പോകുന്നു. അത് ഹൈക്കോടതിയിൽ ആ കേസ് നിൽക്കുന്നു.
ആ സമയത്ത് വിജിലൻസ് കോടതിയിലേക്ക് ഈ 3 പേരെ മാത്രം എയിം ചെയ്തു കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുമ്പോൾ സംശയങ്ങൾ മാത്രമാണ്, മറിച്ച് യാതൊരു വസ്തുതകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു വലിയ തിരിച്ചടി, കനത്ത തിരിച്ചടി. എസ്പെഷ്യലി ഞാൻ ഒരൊറ്റ പോയിന്റിലാണ് നിൽക്കുന്നത്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ ഒരു കേസാണെന്നൊരു കോടതി ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഈ വരും ദിവസങ്ങളിൽ വിശദീകരിക്കേണ്ടി വരും. അതവർക്ക് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ വിധി പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി, മാസപ്പടിയിൽ തിരിച്ചടിയോ എന്ന ചോദ്യത്തിന് ഇനി കൂടുതൽ പോയിന്റ്സ് ഒന്നും പറയാനില്ലല്ലോ അല്ലേ? 4 പേരും യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. Meet the editors.